സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ സ്കൂളുകളിലെത്തിയ വിദ്യാർത്ഥികളെ അധ്യാപകരും PTA-യും ചേർന്ന് സ്വീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളുമായി ഓറിയന്റേഷൻ ക്ലാസുകളും നടന്നു. 2 അലോട്ട്മെന്റുകളിലായി പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളാണ് ക്ലാസുകളിലെത്തിയത്. ഇനിയും അവശേഷിക്കുന്ന സീറ്റുകളിലേക്ക് മൂന്നാമത് സപ്ലിമെന്ററി അലോട്ടുകൾ ഉണ്ടാകും. ഇഷ്ടവിഷയങ്ങൾ കിട്ടാത്തതാണ് പല വിദ്യാർത്ഥികളെയും വിഷമിപ്പിച്ചത്. 4,21,621 അപേക്ഷകൾ ലഭിച്ചതിൽ 77,999 പേർക്കാണ് ഇനിയും അഡ്മിഷൻ ലഭിക്കാനുള്ളത്. ഇഷ്ടവിഷയങ്ങൾ ലഭ്യമാകാത്തത് വിദ്യാർത്ഥികളെ വിഷമിപ്പിച്ചപ്പോൾ ആവശ്യമായ സീറ്റുകൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ സമരവും വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. ആദ്യ ദിനത്തിൽ സ്കൂളുകളിലെത്തിയ വിദ്യാർത്ഥികളെ അധ്യാപകരും PTA-യും ചേർന്ന് സ്വീകരിച്ചു. ഹയർ സെക്കൻഡറി ക്ലാസുകളിലെത്തുമ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളും ആവശ്യമാണെന്ന് അധ്യാപകർ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. പഠനത്തിൽ വഴിത്തിരിവുണ്ടാകുന്ന കാലഘട്ടത്തിൽ ഇന്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും പിടിയിലകപ്പെടാതെയും മയക്കുമരുന്നിൻ്റെ പ്രലോഭനത്തിൽ വീഴാതെയും സൂക്ഷിക്കണമെന്ന സന്ദേശവുമായി ഓറിയന്റേഷൻ ക്ലാസുകളും വിവിധ സ്കൂളുകളിൽ നടന്നു. വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾക്കും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഓറിയന്റേഷൻ ക്യാമ്പുകൾ നടന്നത്. കിഴങ്ങൂർ NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നു. PTA പ്രസിഡന്റ് അശോക് കുമാർ പൂതമനയുടെ അധ്യക്ഷതയിലാണ് യോഗം ആരംഭിച്ചത്. പ്രിൻസിപ്പൽ സിന്ധുമോൾ MP, സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജുകുമാർ R എന്നിവർ വിദ്യാർത്ഥികളോട് സംസാരിച്ചു. തുടർന്ന് ലക്ഷ്യബോധത്തോടെയുള്ള പഠനത്തിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മോട്ടിവേറ്റർ ജിനോസ് കറിയ ഓറിയന്റേഷൻ ക്ലാസ് നയിച്ചു. അപ്പോൾ അതിനുശേഷം ഏകജാലക സംവിധാനത്തിലുള്ള കുട്ടികളെ പ്രവേശിപ്പിച്ചാണ് ഇന്ന് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഏകജാലക സംവിധാനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 3 അലോട്ട്മെന്റുകൾ കഴിഞ്ഞു. അതുപോലെ തന്നെ മാനേജ്മെന്റ് കോട്ടയിലൂടെയും 3 അലോട്ട്മെന്റുകളിലെ കുട്ടികളുമാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും നിരവധി കുട്ടികൾ, ഉയർന്ന മാർക്കുള്ള കുട്ടികൾ തന്നെ അഡ്മിഷൻ കിട്ടാൻ പുറത്തു നിൽക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന ഫോൺ കോളുകളും ലെറ്ററുകളും ഒക്കെ കാണുമ്പോൾ കുറേയധികം കുട്ടികൾ CBSE-യിലും മറ്റുമൊക്കെ ഉയർന്ന ഗ്രേഡുള്ള കുട്ടികൾ പോലും താൽക്കാലിക പ്രവേശനം പോലും കിട്ടാതെ പുറത്തു നിൽക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. കിഴങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 ക്ലാസുകൾക്ക് തുടക്കമിട്ടുകൊണ്ട് പ്രത്യേക യോഗം ചേർന്നു. പ്രിൻസിപ്പൽ ഷെല്ലി ജോസഫ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ നിധിൻ വെട്ടിക്കാട്ട്, PTA പ്രസിഡന്റ് ബോബി തോമസ്, സ്റ്റീഫൻസൺ അബ്രഹാം, വേണു പത്മനാഭൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.